اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹുവിനെ സ്മരിക്കുന്നതിനെ സംബന്ധിച്ച് നിരവധി ആയത്തുകൾ പറയുന്നുണ്ട്. നാവുകൊണ്ട് അല്ലാഹു തആലാനെ സ്മരിക്കലുണ്ട്, ഹൃദയം കൊണ്ട് അല്ലാഹുവിനെ സ്മരിക്കലുണ്ട്. തൻവീറുൽ ഖുലൂബ് എന്ന് പറയുന്ന നഖ്ശബന്ദിയ ത്വരീഖത്തിനെ കുറിച്ച് പറയുന്ന കിതാബിൽ കാണാൻ കഴിയും. നാവുകൊണ്ട് പറയുന്ന, നാവുകൊണ്ട് ചൊല്ലുന്ന ദിക്റിനേക്കാൾ ശ്രേഷ്ഠം ഹൃദയം കൊണ്ട് ചൊല്ലുന്ന ദിക്റാണ്. മഹാന്മാരാകുന്ന ആളുകൾ ഈ ഹൃദയം കൊണ്ട് ചൊല്ലുന്ന ദിക്റിനെ സംബന്ധിച്ച് പല കിതാബുകളിലും പല രൂപത്തിൽ ആ വിഷയം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദി അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ തിജാനി ത്വരീഖത്തിൽ ഫർദ് എന്ന് പറയുന്ന ഒരു അമലുണ്ട്. ഫർദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഓർക്കലാണ്. നാവുകൊണ്ട് ഒന്നും ചെല്ലാതെ ഹൃദയത്തിൽ അള്ളാഹുവിനെ ഓർക്കുക. എന്നാൽ മറ്റു പല പ്രമുഖ ത്വരീഖത്തുകളിലും അംഫാസിന്റെ ദിക്ർ എന്ന് പറയുന്ന, മുകളിലോട്ട് ശ്വാസം വലിക്കുമ്പോൾ അല്ലാ എന്നും കീഴ്പോട്ട് ശ്വാസം വിടുമ്പോൾ ഹു എന്നും പറയുന്ന ചില ത്വരീഖത്തുകൾ കാണാൻ കഴിയും. അതുപോലെ തന്നെ മുകളിലോട്ട് അല്ലാ എന്ന് ശ്വാസം വലിക്കുമ്പോൾ കീഴ്പോട്ടും അല്ലാ എന്ന് ശ്വാസം വിടുന്ന, അങ്ങനെയും ചില മഹാന്മാര് പറഞ്ഞു കൊടുത്തതായി കാണാൻ കഴിയും. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഫർദ് എന്ന് പറയുന്നതായ അമൽ. അത് ശ്വാസം കൊണ്ടുള്ള ദിക്റല്ല, ഹൃദയത്തിൽ അള്ളാഹുവിന് ഓർക്കലാണ്. ആ ദിക്റിനുക്ക് നാവ് കൊണ്ട് ചെല്ലുന്ന ദിക്റിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് മഹാരഥന്മാരൊക്കെ അവരെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. തൻവീറുൽ ഖുലൂബ് എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, നാളെ ആഖിറമാകുന്ന ലോകത്ത് ജഗന്നിയന്താവായ പരമ്പൊരുളാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ നന്മ തിന്മ തൂക്കുന്ന സന്ദർഭത്തിൽ, അവന്റെ നന്മയും തിന്മയും തുല്യമായി നിൽക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു തആല തന്നെ ആ നന്മയുടെ തുലാസിലേക്ക് ചില ദിക്റുകൾ ഇടുമെന്ന് തസവൂഫിന്റെ കിതാബിൽ കാണാൻ കഴിയും. ആ ദിക്റുകൾ ആ നന്മയുടെ തുലാസിലേക്ക് ഇടുമ്പോൾ എഴുത്തുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട, നന്മ തിന്മ രേഖപ്പെടുത്താൻ ഏൽപ്പിക്കപ്പെട്ട റഖീബ് അതീദ് എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, ഞങ്ങൾ രേഖപ്പെടുത്താത്ത എന്ത് ദിക്റാണ് ഈ മനുഷ്യൻ ചെല്ലിയത് എന്ന് പറയുമ്പോൾ പരമ്പൊരുടാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇത് നിങ്ങളാരും അറിയാത്ത, ഞാനും എൻ്റെ അടിമയും ആ അടിമയുടെയും ഇടയിലുള്ള രഹസ്യമാകുന്നൊരു ദിക്റുണ്ട്. അത് ഖൽബിയായ ദിക്റാണ്. ആ ദിക്ർ നിങ്ങൾക്ക് എഴുതാൻ കഴിയില്ല, അത് ഞാൻ മാത്രം സൂക്ഷിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും ആ ഖൽബിന്റെ ദിക്റെടുത്ത് നന്മയുടെ തുലാസിലേക്ക് അങ്ങിടുമ്പോ നന്മ അധിക ഭാരത്തോടെ തൂങ്ങുമെന്ന് മഹാരഥന്മാരാകുന്ന ആളുകളൊക്കെ അവരെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹ് എന്ന് പറയുന്ന ദിക്റിന് വലിയ മഹത്വമുണ്ട്. അല്ലാഹ് എന്ന് പറയുന്ന ദിക്റിന് വലിയ മഹത്വമുണ്ട്. ബഹുമാനപ്പെട്ട
ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീറിൽ പറയുന്നൊരു സംഭവമുണ്ട്. ഒരു രാജ്യത്ത് ഒരു സഹോദരിക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. അപ്പൊ കുഞ്ഞ് ജനിച്ചപ്പോ നമ്മളൊക്കെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി പേര് ആഗ്രഹിക്കുന്ന ആളാണ്. നമ്മളെ കുട്ടിയുടെ പേര് നമ്മുടെ പഞ്ചായത്തിൽ പാടില്ല, അങ്ങനത്തെ ഒരു വിശ്വാസക്കാരാണ് നമ്മൾ. അങ്ങനെ ഈ പെണ്ണിങ്ങനെ നോക്കി തൻ്റെ കുഞ്ഞിന് എവിടെയില്ലാത്തൊരു പേര് വേണം, ഒരുപാട് തെരഞ്ഞു, പക്ഷെ എല്ലാ പേരും എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ മറ്റൊരാളിൽ നിന്ന് വിവരം കിട്ടി, എവിടെയും ഇല്ലാത്ത പേരാണെങ്കിൽ അള്ളാന്ന് പേരിട്ടടാ, ആ പേര് എവിടെയില്ല. അങ്ങനെ ഈ സഹോദരി സ്വന്തം കുഞ്ഞിന് അള്ളാ എന്ന പേരിട്ടു. അതോടുകൂടെ ആ കുട്ടി ആവിയായി കരിഞ്ഞുപോയി എന്ന് ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഫത്ഹുൽ മുഈന്റെ തുടക്കത്തിൽ തന്നെ കാണാം, വലോ ഇനാദൻ, മത്സരിച്ചിട്ടാണെങ്കിലും മത്സര ബുദ്ധിയോടുകൂടെയാണെങ്കിലും അള്ളാ എന്നുള്ള പേര് ലോകത്ത് കാണാൻ കഴിയില്ല. വലോ തഅന്നുത്തൻ എന്ന് ചില കിതാബുകളിൽ കാണാൻ കഴിയും. വെല്ലുവിളിച്ചിട്ടാണെങ്കിലും അള്ളാ എന്ന പേര് ലോകത്തെവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കാണാൻ കഴിയില്ല. കാരണം അള്ളാഹുവിന്റെ ആ ജലാലത്തിന്റെ ഇസ്മ താങ്ങാൻ ഒരു മഖ്ലൂക്കിന് സാധ്യമല്ല. ഇന്ന് ലോകത്ത് അള്ളാ എന്ന പേര് ഒരാൾക്കുമില്ല. മറ്റ് പല ദൈവങ്ങളുണ്ട്, ലോകത്ത് ഒരുപാട് ദൈവങ്ങൾ ആരാധിക്കുന്ന വിവിധ തരത്തിലുള്ള മതക്കാരുണ്ട്, അനുയായികളുണ്ട്. അവരുടെയൊക്കെ ദൈവത്തിന്റെ പേര് അവർക്ക് തന്നെയുണ്ട്. പക്ഷെ നമ്മളെ ഇലാഹാകുന്ന അള്ളാഹുവിന്റെ പേര് ലോകത്തൊരാൾക്കുമില്ല. കാരണം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വഹ്ദാനിയത്തിന്റെ പവർ, അതെന്ന് മാത്രം മനസ്സിലാക്കാൻ കഴിയും. ആ അള്ളാഹ് എന്ന് പറയുന്ന ദിക്ർ അത് വളരെ ശ്രേഷ്ഠമാണ്. ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ തങ്ങളുടെ അൽ കുനൂസുൽ അശറ എന്ന് പറയുന്ന കിതാബിൽ ദിക്ർ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. അതിൽ മഹാൻ പറയുന്നുണ്ട് അള്ളാഹ് എന്ന് പറയുന്ന ദിക്റിന്റെ ശ്രേഷ്ഠത. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, ഹൃദയത്തിൽ അള്ളാഹു ഉണ്ടാവണം. ഹൃദയത്തിൽ അള്ളാഹ് ഉണ്ടാകുമ്പോഴേ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ നമുക്ക് ചെല്ലാൻ കഴിയുള്ളൂ. ഈ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ നാവിലേക്ക് ഒരു കേബിൾ കണക്ഷൻ ഉണ്ട്. ഹൃദയത്തിൽ അള്ളാഹ് ഉണ്ടെങ്കിൽ ഈ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉറക്കെ ചൊല്ലി മരിക്കാൻ കഴിയും. അതുകൊണ്ട് ഹൃദയത്തിൽ അള്ളാഹുവിനെ കൊണ്ടുവരിക. അള്ളാഹ് എന്ന ദിക്ർ, മനസ്സിൽ അള്ളാഹുവിനെ എപ്പോഴും ഓർക്കുക. ആരും അറിയില്ല നമ്മൾ ദിക്റിലാണോന്നോ, നമ്മൾ ഏത് ലെവലിലാണ് എന്ന് ഒരാൾക്കും പറയാൻ കഴിയാത്ത, അത് അനുവചനീയമായ അനുഭൂതി ലഭിക്കുന്ന ദിക്റാണ് അള്ളാഹ് എന്ന് പറയുന്ന ദിക്ർ. മഹാരഥന്മാരാകുന്ന ആളുകൾ പറയുന്നുണ്ട്, നിങ്ങളുടെ കാതിന് കേൾവി ശക്തി വളരെ കുറവാണ്. നിങ്ങളെ കാതിന്റെ കേൾവി ശക്തി എങ്ങാനും അള്ളാഹു സുബ്ഹാനഹു വ തആല അഴിച്ചിടുകയാണെങ്കിൽ ഈ ലോകത്തൊരൊറ്റ മന്ത്രം മാത്രമേ നിങ്ങൾ കേൾക്കുള്ളൂ, അല്ലാഹ് 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 എന്ന ദിക്ർ. അതുകൊണ്ട് ആ ദിക്ർ ഹൃദയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ചെല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.